വലിയൊരു പരാജയത്തിനു ശേഷം മലയാള സിനിമയിലേക്ക് മാസ് എൻട്രി നടത്തിയ നടനാണ് ഫഹദ് ഫാസിൽ. കയ്യെത്തും ദൂരത്ത് എന്ന ഫാസിൽ ചിത്രത്തിൽ വേഷമിട്ടതിന് ശേഷം ഫഹദ് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ചാപ്പാക്കുരിശിലൂടെ മികച്ച തിരിച്ചുവരവ് നടത്തുകയുമായിരുന്നു. തൻ്റെ റീ എൻട്രിയെക്കുറിച്ച് ഫഹദ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഫഹദ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഫഹദ് ഫാസിൽ പറഞ്ഞത്, തിരിച്ചു വന്ന സമയത്ത് 2 സിനിമകൾ മാത്രം ചെയ്ത് മടങ്ങിപ്പോവുക എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് കിട്ടിയത് മുഴുവൻ ബോണസാണ്. എൻ്റെ വിസ പുതുക്കി കിട്ടിയില്ല. കുറേ കാലം വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ ഉമ്മ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്താണ് ഭാവി പരിപാടി എന്ന്. ഞാൻ ഒരു സിനിമയുടെ കഥ എഴുതാൻ പോവുകയാണെന്ന് മറുപടി പറഞ്ഞു. അമ്മയെ പറ്റിക്കാൻ വേണ്ടിയാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് അച്ഛൻ്റെ സുഹൃത്തും സംവിധായകനുമായ രഞ്ജിത്ത് എന്നെ ഒരു സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ആ സിനിമ ചെയ്ത ശേഷം ഒരു സിനിമ കൂടി എനിക്ക് കിട്ടി. അതുകൂടി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകാം എന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം ചാപ്പാക്കുരിശിൻ്റെ കഥ കേട്ടു, അതും ചെയ്തു. പിന്നീട് ഈ സമയം വരെ എനിക്ക് കിട്ടിയതൊക്കെ ബോണസാണ്. ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലക്ഷ്യമല്ലായിരുന്നു. അതൊക്കെ സംഭവിച്ചു പോയതാണ്, അല്ലാതെ വേറൊന്നുമല്ല.